ഹലോ അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫല്ലേ? എല്ലായിടത്തും മഴ ഉണ്ടോ? ഞാനും എൻ്റെ ഫാമിലി സേഫായിരിക്കുന്നു കേട്ടോ. ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വലിയുള്ളി ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു 3 വലിയുള്ളി എടുക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണ് പേസ്റ്റ് ഇടുക, ഉപ്പിടുക. സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഒന്ന് ഉള്ളി അധികം അങ്ങനെ ബ്രൗൺ ആകുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി ഇടുക. ഈ രീതിയിൽ കറി വെച്ചിട്ടില്ല, എല്ലാവരും ഒന്ന് കറി വെച്ച് നോക്കിട്ടോ. കോളിഫ്ലവർ കിട്ടുമ്പോൾ 1 സ്പൂൺ സോയാ സോസ് ഇടുക, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്. സോസ് ചേർക്കുന്നതിനെ കൊണ്ട് ഉപ്പ് വളരെ കുറച്ചായിട്ട് ഇടാവും. 3 സോസിലും ഉപ്പുണ്ടാവും. നമ്മൾ കുട്ടികൾക്ക് വെറുതെ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഫുഡൊന്നും കൊടുക്കണ്ട. എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കയ്യിൽ നിന്നും പുറത്തെ ഫുഡ് മേടിക്കാറില്ല കേട്ടോ, എല്ലാം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. ഇങ്ങനത്തെ ഫുഡിലെല്ലാം അജിനോമോട്ടോ ചേർക്കുന്നുണ്ട് പുറത്തുനിന്ന്. നമ്മളാകുമ്പോൾ അതൊന്നും ചേർക്കൂലല്ലോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇടുക. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായത്ര ഇടാം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് കോളിഫ്ലവർ മുറിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അത് കോളിഫ്ലവറിൽ ഒത്തിരി വിഷം അടങ്ങിയിട്ടുണ്ട്. ഒരു മരുന്ന് അടിച്ചിട്ട് വരുന്നതല്ലേ, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നൊന്നല്ലല്ലോ. അതിലേക്കൊരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കാം. എല്ലാം നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്സിക്കാണ് കേട്ടോ. ഞാൻ അല്പം കൂടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി അത് വേവാൻ വയ്ക്കാം. അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക കേട്ടോ. കോളിഫ്ലവർ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഇത് ഗോതമ്പും റവയും വെച്ചിട്ടുള്ളൊരു ദോശ ചുട്ടതാണ്. ദാലിൽ ഇലയും വെച്ചിട്ട് കറി വെക്കുകയാണ്. പരിപ്പ് തേങ്ങ അരക്കുന്നില്ലേ, അതിൽ നല്ലോണം കുക്കറിൽ വിസിലിടെല്ലാം ഇട്ടിട്ട് ഇന്ന് ഞാൻ ചിക്കന് ചുരങ്ങയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുകയാണേ. ചുരങ്ങ അറിയാമോ? ഇന്നാട്ടിൽ പറയുക ചുരങ്ങ എന്നാണ്, പല നാട്ടിൽ പല ഭാഷ എന്നല്ലേ. വെളിച്ചെണ്ണക്കകത്താണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതാണല്ലോ ടേസ്റ്റ്. 2 വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലെല്ലാം കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. 1 സ്പൂൺ മഞ്ഞൾ, 2 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടി. മസാലയുടെ മണം നല്ലോണം മാറി കിട്ടണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിൽ ചുരങ്ങ ഇട്ടിട്ടാട്ടോ ചിക്കൻ കറി വെക്കുന്ന. ഇങ്ങനെ അറിയാൻ വെക്കലുണ്ടോയെന്ന് കമൻറ്റിൽ അറിയിക്കണേ. 2 തക്കാളിയും ചുരങ്ങയും എല്ലാം കൂടെ ഇട്ട് നല്ലോണം വഴറ്റുക. കഴുകി വെച്ച ചിക്കനും ഇട്ട് ഉപ്പും ചേർത്ത് എല്ലാം നല്ലോണം വഴറ്റി അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വയ്ക്കാം. ഗരം മസാലപ്പൊടി കേട്ടോ ഞാൻ ചേർത്തത് 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു നാടൻ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ. ഉപ്പും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ചിക്കൻ വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയിലേക്ക് ഏലക്കായ്, ഗ്രാമ്പു, പട്ട, വെളുത്തുള്ളി,
2 ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലപോലെ ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ വറുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കുക. അതൊന്ന് തണിയാൻ വെച്ചതായിരുന്നു കേട്ടോ, തേങ്ങ വറുത്തിട്ട്. അരച്ച് പേസ്റ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. വേറെന്തൊക്കെയാണ് വിശേഷം പറയൂ. ചില നാട്ടിൽ ഈ കുമ്പളം ഇട്ടിട്ട് കറി വെക്കും. ഞാനതും ചെയ്യാറുണ്ട് കേട്ടോ. കുമ്പളം ഇട്ടിട്ട് വെക്കും, കപ്പ ഇട്ടിട്ട് ചിക്കൻ കറി വെക്കും, ചുരങ്ങ ഇട്ടിട്ട് വെക്കും. വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ, ഇത് 3 മാത്രം. കുരുമുളക് പൊടിയാണ്, ഒരു 1.5 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കുറച്ച് കുറവാണ്. പച്ചരി പുതിർത്തി വെച്ചതാണ്, നീർദോശ ചുടാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് ഇടണം. ചോറ് എപ്പോഴേക്കും വെന്ത് ഞാൻ ഊറ്റി, കറിയെല്ലാം ആയി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും നന്ദിയുണ്ട്. വേറെന്തൊക്കെയാണ് വിശേഷം. എൻ്റെ ലോങ് വീഡിയോ എല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.